ഗൈസ് നമ്മളിപ്പോൾ ഹോസ്പിറ്റലാണ് 2 ദിവസമായിട്ട് ഇവിടെ ആയിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ മമ്മി അഡ്മിറ്റ് ആണ് 2 ദിവസമായിട്ട്. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് മാമ്പഴം കഴിച്ചാണ് കഴിച്ചതാണ്. ഇന്നലെ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പിന്നെ ഉഷാറാട്ടോ. ഇന്നലെയൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു. പിന്നെ കൊറേ നമുക്ക് ഇതൊക്കെ പിന്നെ കുറെ ട്രിപ്പ് ഒക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ ഈ ഒരു ലെവലിൽ എത്തിച്ചത്. 24 അവർ ഭയങ്കര സീനായിരുന്നു. ലൂസ് മോഷനും അതുപോലെ തന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. ഇന്നെ കൂടി നോക്കിയിട്ട് പോകാനാണ് ഡോക്ടർ പറഞ്ഞപ്പോ. ഇനിയിപ്പോ നാളത്തേക്ക് അറിയാം കറക്റ്റ് എങ്ങനെയാണ്. ഇപ്പൊ കുറച്ച് ഉഷാറായിട്ടുണ്ട്, എന്നാലും പ്രശ്നമാണ്. അപ്പൊ പുറത്തുനിന്ന് ഫ്രൂട്ട്സ് അല്ലേ, പക്ഷെ അത് എന്താ പറയാ ഒരു ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയാണ്. അപ്പൊ അന്നേരമൊക്കെ ഇവിടെ കുറെ പേര് വന്ന് കാണാനൊക്കെ ആയിട്ട്. അപ്പൊ എല്ലാരും പറയുന്ന പൊടിയിട്ട് പഴിപ്പിക്കുന്നതാണ്. അപ്പൊ അത് മേടിക്കുന്നതിലെ ചിലപ്പോ ചിലത് നമ്മൾ മേടിക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ വയറിന് ഓക്കെ ആയി കിട്ടണമെങ്കിൽ തന്നെ 3-4 ദിവസം എടുക്കും. വലിയ വലിയ നല്ല സാധനങ്ങളൊക്കെ എണ്ണയിൽ പൊരിച്ചതും സംഭവം ഒന്നും കഴിക്കാൻ പാടില്ല. പിന്നെ അരിയാഹാരം അല്ലെ അങ്ങനത്തെ എന്തെങ്കിലും കഴിച്ചിട്ടാണ് സെറ്റാക്കി വയറിന് ഒന്നേ തുടങ്ങി സെറ്റാക്കി കൊണ്ടുവരണം കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഇത് മേടിച്ച് കഴിക്കാതിരിക്കുക പുറത്തുനിന്നുള്ളത്. പ്രത്യേകിച്ച് ചിലത് മാമ്പഴം പോലത്തെ ഐറ്റംസ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും മാമ്പഴത്തിന്റെ പറ്റിയായിരുന്നു. അത് അല്ലേ പോവാത്ത കളർ. നമ്മള് മാങ്ങ ചെത്തി കഴിഞ്ഞപ്പോ എന്റെ കൈ നിറച്ച് മഞ്ഞ കളർ. ഞാൻ വാഷ് ചെയ്തിട്ട് പോലും പോവാത്തൊരു കളർ. അത് ഞാൻ ഫേസ്ബുക്കിൽ ജസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് അങ്ങനത്തെ അനുഭവം ഉണ്ടായിരുന്നു. മാങ്ങ നമ്മുടെ കയ്യിൽ കളർ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് അതെങ്ങനെയാന്ന് മനസ്സിലാവില്ല കേട്ടോ. അതിനകത്ത് കളർ കുത്തിയൊക്കെ ഞാൻ എന്താണെന്ന് അറിയില്ല. അപ്പൊ അതും ഒരു മാങ്ങയായിരുന്നു, ഇതൊരു മാങ്ങ. മമ്മി അത് അറിയാണ്ട് മേടിച്ച് കഴിച്ചാണ്. അപ്പൊ ശ്രദ്ധിക്കാം അല്ലേ. അപ്പൊ അതുകൊണ്ട് 2 ദിവസം ഇങ്ങനെ ഏറിയ കിടപ്പാ. ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മി? ഇപ്പൊ കുറച്ച് ഓക്കെ ആയിട്ട് വീഡിയോ എടുക്കണം, നമ്മളെല്ലാരും പുറത്തേക്ക് അറിയിക്കണം. മമ്മി അത്രയും അവസ്ഥ വരും. 2 ദിവസം കൊണ്ട് അതെ 2 ദിവസം കൊണ്ട് മമ്മി തളർന്ന് ക്ഷീണിച്ച് ആകെ ഇല്ലാണ്ടായി പോയിട്ടോ. അപ്പൊ അതുകൊണ്ട് മമ്മിയെന്ന് പറഞ്ഞാണെങ്കിൽ വീഡിയോ എടുത്ത് അപ്പൊ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ ഈ ട്രിപ്പ് ഒക്കെ ഉണ്ടല്ലോ ഒരു 5-6 എണ്ണം ഇപ്പൊ ഏകദേശം കയറ്റിയിട്ടുണ്ട് ഇങ്ങനത്തെ വലിയ ബോട്ടില്. അല്ലാണ്ട് ഇത് വേറെ ആയിട്ട് കയറ്റുന്നുണ്ട്. 2 എണ്ണം ബൈപ്പാസ് ചെയ്തിട്ട് ഇത് ഇവിടെ കണക്ട് ചെയ്യും, വേറെ എവിടെയോ ഇവിടെ കണക്ട് ചെയ്യും. ഇപ്പൊ മരുന്ന് തീർന്നപ്പോ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ആശ്വാസം ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെ കയറ്റിക്കൊണ്ട് ഒരുപാട് ഇനി ഇത് കയറ്റാതിരിക്കണേ മൊത്തം കുറെ സാധനങ്ങളുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് അതിന് അധികം കൊടുക്കണ്ടെന്നാണ് പറഞ്ഞിട്ടില്ലേ. അതെ കാണാൻ കൊണ്ടുവരുന്ന സാധനങ്ങളുണ്ട് അതൊക്കെ. ഇന്നലെ നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഹോസ്പിറ്റലില് മെഡിസെപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. മമ്മി ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് മമ്മിക്ക് ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട്. അത് ഉള്ളത് കൊണ്ടൊരു ആശ്വാസം അല്ലേ. അതെ അവിടെ ആയി. പിന്നെ അവിടെ നിന്ന് നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അവിടെ നിന്ന് കുറെ ഇഞ്ചക്ഷൻ ഇതേപോലത്തെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയപ്പോഴാണ് പിന്നെ ഒരു ആശ്വാസം. കാര്യം ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു എക്സ്പെൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ക്ലെയിം ആയിക്കോളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ആശ്വാസം. അങ്ങനത്തെ ഈ സ്റ്റാർ ഹെൽത്ത് ഇങ്ങനത്തെ അതെ ഇങ്ങനെ പെട്ടെന്ന് റൂം എടുക്കുക, ഇത്ര മെഡിസിൻ കാര്യങ്ങൾ അതിനൊക്കെ എഴുതിങ്ങനെ വിടും. അതെ ഇന്നും കുറെ ബ്ലഡ് എടുത്തു, ഇന്നലെ ബ്ലഡ് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ ഭയങ്കര ഫൈലായിരുന്നു. മമ്മി തലറിഞ്ഞ ബാത്റൂമിൽ എത്തിയപ്പോഴത്തേനും കുഴഞ്ഞു പോവുക, അങ്ങനത്തെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം റിക്കവർ ആയി വരുന്നുണ്ട്. സെറ്റാണ് അല്ലേ. ഇത് സെക്കൻഡ് ഡേ ആട്ടോ. സെക്കൻഡ് ഡേ അല്ല, 3ാമത്തെ ദിവസം അല്ലേ. 3ാമത്തെ ദിവസം. അപ്പോൾ ഇന്നും നമ്മൾ ഇന്നലെ റിക്കവർ ആവുമെന്ന് വിചാരിച്ചിരുന്ന മമ്മിക്ക് ഇപ്പം ഇതോട്ട് ഒന്നും ആയിട്ടില്ല കേട്ടോ. അത് പറഞ്ഞ ഇന്നും പഴയ പോലെ തന്നെയാണ്. എനിക്ക് വേറൊരു കാര്യം സംഭവിച്ചു. നമ്മുടെ ഇൻഷുറൻസ് മെഡിസെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ഉണ്ട് ഗവൺമെന്റ് ജോലിക്കാർക്ക്. അപ്പൊ അതിനകത്താണ് നമ്മൾ ഇത്രയും ദിവസം ഇവിടുത്തെ മരുന്ന് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് അവർ പറഞ്ഞ് അത് റിജക്ട് ആയി എന്ന് പറഞ്ഞു. അവർ പറയുന്നത് ഇത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസല്ല, ഇത് ജസ്റ്റ് ഫുഡ് ഇൻഫെക്ഷൻ ആണ് അങ്ങനെയാന്ന് പറഞ്ഞത് അവർ തള്ളി. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസം ഇങ്ങനെ വന്ന് ഇവിടെ കിടക്കേണ്ട ഒരു ആവശ്യമില്ല. അത്ര ആവശ്യത ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ അഡ്മിറ്റ് ആക്കിയത്. പക്ഷെ മെഡിസെപ്പുകാർ മാക്സിമം ചവിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സാലറിന്നൊക്കെ ഏകദേശം ഓരോ മാസവും ഇതിന് വേണ്ടിയിട്ട് പിടിക്കുന്ന കേട്ടോ. എല്ലാ മാസവും 500 രൂപ വെച്ച് ഇവരുടെ സാലറിന്ന് പിടിക്കുന്നുണ്ട് ഈ മെഡിസെപ്പിന് വേണ്ടി മാത്രം. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒരു അസുഖം വന്നിട്ട് പോലും അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ന്യായമാണ് ഇതിനകത്തുള്ളത്. ഇപ്പൊ ഈ ഗവൺമെന്റ് വന്നതോടുകൂടിയായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. ഇവിടുത്തെ അവരുടെ റെപ്രസെന്റേറ്റീവ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇന്ന് റിജക്ട് ആയിട്ടുണ്ട്, അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനി റീഅപ്പീൽ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ റീഅപ്പീൽ ചെയ്യാനുള്ള പരിപാടി നോക്കി. കാര്യം ഇവിടുത്തെ ഡോക്ടറാണ് ഇതിന്റെ പേപ്പേഴ്സ് ഒക്കെ കൊടുക്കേണ്ടത്. കാര്യം ഇത് അഡ്മിറ്റ് ചെയ്യേണ്ട കേസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറിനെ കൊടുക്കണ്ടേ.
അപ്പോൾ അതൊക്കെ ഡോക്ടർ കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി. ഇനി ഇത് റിജക്ട് ആവാൻ ചാൻസ് കൂടുതലാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ എന്തിനാണ് ഇൻഷുറൻസ് എന്നുള്ള അറിയില്ല. ഇവർക്കത് കമ്പൾസറി ആയിട്ട് എല്ലാ മാസം ചെയ്യേണ്ട കാര്യമാണ്. ഈ മെഡിസപ്പിന്റെ പേയ്മെന്റ് ഓൾറെഡി കട്ടായിട്ടാണ് ഇവർക്ക് കയറുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് 3 ലക്ഷം രൂപ വരെ ഇവർക്ക് ക്ലെയിം ചെയ്യാനുള്ള ഒരു ഇതാണ് മെഡിസപ്പിനുള്ളത്. പക്ഷെ അവരത് മാക്സിമം ചവിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിജക്ട് ആക്കുക. പല കേസുകൾ ഇങ്ങനെ റിജക്ട് ആക്കുന്നുണ്ടെന്ന് ആ റെപ്രസെന്റേറ്റീവ് ആള് വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പൊ പക്ക ഉടായ്പാട്ടോ അവര്. ഭരണാധികാരികളുടെ ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ഇതിന്റെ വഴികളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് എന്തെങ്കിലും പറ്റുന്ന എന്ന് വെച്ചാൽ സാലറിയിൽ നിന്ന് പിടിച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആൾക്കാർക്ക് പോലും ഒരു എന്താ പറയാ ഇൻഷുറൻസ് കിട്ടുന്നില്ല. അതാണ് അവസ്ഥ. ഇനിയിപ്പോ നാളെ ആയാലേ അറിയുള്ളൂ ഇത് കിട്ടുമോ ഇല്ലയോ. ഇന്ന് ഇപ്പൊ 3-ാമത്തെ ദിവസമായി ഏകദേശം 15,000 രൂപ 16,000 രൂപ ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട് ഇതിന്റെ മെഡിസിനും കാര്യങ്ങളും എല്ലാത്തിനും കൂടിയിട്ട്. ഇതൊരു ഛർദി നിന്നിട്ടും ഇല്ല, ഒന്നുമില്ല. ഒരു എന്താ ഒരു റിക്കവറി സ്റ്റേജിൽ ഇത് എത്തിയിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി അയാൾ വെയിറ്റിംഗ് ആണ്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ നാളെയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ മാറ്റാനുള്ള പ്ലാനാണ്. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലല്ല, ഇത് ഇൻഫെക്ഷൻ ആണ്, അത് മാറണം എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇതും കൂടി ആയപ്പോൾ ആകെപ്പാടെ ഭയങ്കര ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് അറിയിക്കാം. ഇനിയിപ്പോൾ ഡിസ്ചാർജ് ആവണ വരെ ഈ മെഡിസിൻ ഇപ്പം എന്തെങ്കിലും കിട്ടുമോ എന്നൊന്നും അറിയില്ല. ഇവിടെ റിജക്ട് ആയെന്ന് മാത്രം അറിയാം. ഇനിയിപ്പോൾ നാളെ അറിയാം. ഗൈസ് ഫൈനലി ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിട്ടോ. അപ്പോൾ എല്ലാം പറക്കിത് പോവുകയാണ്. ഇനി നേരെ വീട്ടിൽ പോയിട്ട് ബാക്കി കേട്ടോ. അപ്പോൾ മെഡിസപ്പ് കിട്ടിയോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം ആയിട്ടില്ല എന്നാണ് അറിഞ്ഞത്. അവർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിളിക്കില്ല, ആയില്ലെങ്കിൽ ഇനി വിളിക്കും കേട്ടോ. എന്താകുമെന്ന് അറിയില്ല. മാക്സിമം അവർ ചവിട്ടാൻ വേണ്ടി നോക്കും. നമ്മൾ വീണ്ടും റീഅപ്ലൈ ചെയ്ത് ഡോക്ടറെ കൊണ്ട് ഒന്ന് സംസാരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇപ്പോൾ ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. ഇന്നലെ സംഭവങ്ങളെല്ലാം സെറ്റായി. ഒരു പണി എടുക്കാണ്ട് വാളും വെച്ച് കിടക്കായിരുന്നു. അപ്പൊ പോവാ. അങ്ങനെ ഡിസ്ചാർജ് ആയി നമ്മൾ ഫുഡ് മേടിക്കാൻ നിൽക്കുക കേട്ടോ. മമ്മിക്ക് ഇനിയും പൊറോട്ടയും ബീഫും വേണമെന്ന്. അതെ, ഇനി പൊടിയിരിക്കഞ്ഞ അല്ലാണ്ട് ഒരാഴ്ചത്തേക്കൊന്നും കൊടുക്കരുത്. ബീഫ് കാണുമ്പോ വയറിന്ന് കാടുവന്ന് കൊതി ഉണ്ടാവും. അപ്പൊ നമ്മളിത് ഇവിടെ നിന്ന് ഫുഡ് മേടിക്കാൻ വേണ്ടിട്ട് വണ്ടി തന്നെ ഇരിക്കുകയാണ്. ഇവിടെ പാർക്കിംഗ് കുറച്ച് ഷോക്കാ. അപ്പോൾ വണ്ടി തന്നെ ഇരുന്നില്ലേ പോലീസ് ഫൈൻ തരും. അപ്പൊ ഇവിടെ ഇരിക്കുക, അവർ കൊണ്ടുതരും. ഗൈസ് അങ്ങനെ 4-5 ദിവസത്തെ ആശുപത്രിവാസമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. മമ്മി ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തള്ളിപ്പോയ മെഡിസിപ്പ് ഓക്കെ ആയിട്ടുണ്ട്. നമ്മളത് അവർ റിജക്ട് ചെയ്തിട്ടും പിന്നെയും ഡോക്ടറോട് പറഞ്ഞ് അവർ പിന്നെ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുത്ത് റീഅപ്ലൈ ചെയ്ത് അങ്ങനെയാണ് ലാസ്റ്റ് ഓക്കെ ആയത്. സാധാരണ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എന്നാൽ ശരി എന്ന് പറഞ്ഞ് വേണ്ടെന്ന് വയ്ക്കും. പക്ഷെ നമ്മൾ അതിൻ്റെ പിന്നാലെ നിന്ന് ചെയ്തുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. ഇത് നമ്മുടെ അവകാശമാണ്. കാരണം മാസം മാസം മമ്മിയുടെ സാലറിയിൽ നിന്ന് പിടിച്ചു പോകുന്ന സാധനമാണ്. എന്നിട്ട് 4 ദിവസം കിടന്നിട്ട് നമുക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അവകാശം നേടിയെടുത്ത് അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.